മുഖ്യമന്ത്രിയുടെ ചെന്നൈ യാത്രയെ പരിഹസിച്ച് ആശാവർക്കർമാർ. ആശമാരെ അവഗണിക്കുന്ന മുഖ്യമന്ത്രിക്ക് ലോക പര്യടനത്തിനും സൽക്കാരങ്ങൾക്കും സമയമുണ്ട്. കൺമുന്നിലുള്ള ആശമാരെ കാണാൻ കൂട്ടാക്കാത്തത് ധാർഷ്ട്യം കൊണ്ടെന്നും വിമർശനം. 41 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ജീവിതമാക്കിയ ആശാവർക്കർമാർ നിരാഹാര സമരം പ്രഖ്യാപിച്ചപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയുടെ മനസ്സലിയുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ മഴയത്തും വെയിലത്തും ആശമാരെ നിർത്തി മുഖ്യമന്ത്രി പറഞ്ഞത് ചെന്നൈയിലെ രാഷ്ട്രീയ പരിപാടിയിലേക്ക്. മനുഷ്യന്റെ വേദന കേൾക്കാത്ത മുഖ്യമന്ത്രിയോടും മന്ത്രിയോടും പറയാൻ ഇത്രമാത്രം. പറയാനുള്ളതൊന്നുമില്ല. സ്വന്തം വീട്ടിലുള്ളവർ പട്ടിണി കിടന്ന് മരിച്ചാലും വേണ്ടില്ല, ഞാൻ അടുത്ത വീട്ടിൽ ചെന്ന് മൃഷ്ടാന്നം ഭക്ഷിക്കും എന്നൊരു നിലപാട് തന്നെയാണ്. ഞങ്ങളെ വന്ന് കാണാൻ ഒരു 2 മിനിറ്റ് മതിയല്ലോ മുഖ്യമന്ത്രിക്ക്. ഈ 41 ദിവസമായിട്ട് 3 ദിവസമായിട്ട് ഞങ്ങൾ നിരാഹാര. അപ്പം ഇത്രയും ദിവസമായിട്ട് ഞങ്ങളൊന്ന് വന്ന് കാണാതെ ചെന്നൈയിലേക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് പോയി എന്നറിഞ്ഞതിൽ ഒരുപാട് വിഷമമുണ്ട്. മുഖ്യമന്ത്രിക്ക് ചെവിയില്ല, കാതില്ല, ചെവിയില്ല, കണ്ണില്ല. ആരോഗ്യമന്ത്രിക്ക് ചെവിയും കണ്ണുമില്ല, ധനമന്ത്രിക്കും ചെവിയുമില്ല, കണ്ണുമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഇത്. എത്രയൊക്കെ അവഗണിച്ചാലും അധിക്ഷേപിച്ചാലും സമരം തുടരും. ന്യായമായ ആവശ്യങ്ങൾ കേൾക്കാത്ത മുഖ്യമന്ത്രി മനുഷ്യത്വം മരവിച്ചു പോയ അവസ്ഥയിലാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം എന്തായാലും ഈ അധികാരത്തിൻ്റെ മുഷ്ക്, മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തി ഭൂഷണമല്ല. 3 ആശമാർ നിരാഹാര സമരം തുടരുന്നുണ്ട്. തളർന്നു തുടങ്ങുമ്പോഴും പറയാൻ ഒന്നു മാത്രം: മരിച്ചു വീണാലും ആവശ്യങ്ങൾ നേടിയെടുക്കാതെ മടങ്ങുകയില്ല. ആ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു 2 മിനിറ്റ് വേണ്ട ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് വരെ. അപ്പം അത് ഒരു വലിയ വിഷമമായിട്ടാണ്. പക്ഷേ ഞങ്ങൾ ഈ സമരം, ഞങ്ങൾ ഈ നിരാഹാരം നിർത്തൂല. ഞങ്ങളെ അവകാശങ്ങൾ നേടിയെടുത്തല്ലാതെ ഇവിടുന്ന് പോവില്ല. ജനം, തിരുവനന്തപുരം.